ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി എന്നുള്ള വാർത്ത വലിയ ആശങ്ക ജനിപ്പിച്ചിരുന്നു. 9ാം നിലയിലെ AC പ്ലാന്റിൽ വെൽഡിംഗ് ജോലികൾ നടക്കുന്നതിനിടയിലാണ് ഈ തീപിടുത്തമുണ്ടായത്. പക്ഷേ ആശങ്കപ്പെട്ട തരത്തിലൊന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. ഫയർഫോഴ്സ് എത്തുകയും ഒപ്പം തന്നെ ആശുപത്രിയിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചു എന്നുള്ള വിവരമാണ് അവിടെ അറിയുന്നത്. തീപിടുത്തത്തെ തുടർന്ന് രോഗികളെ പഴയ ബ്ലോക്കിലേക്കൊക്കെ മാറ്റി പാർപ്പിച്ചിരുന്നു. അവരൊക്കെ തിരികെ വാർഡുകളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന ആശുപത്രിയിലുണ്ടായ തീപിടുത്തം വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ഏതായാലും ആശുപത്രിയുടെ പ്രവർത്തനം ഇപ്പോൾ സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. 8ഉം 7ഉം നിലകളിൽ നിന്ന് മാറ്റിയ രോഗികളെ, അതായത് പഴയ ബ്ലോക്കിലെ കാഷ്വാലിറ്റിയിലേക്കും താഴത്തെ നിലയിലേക്കും അടക്കം മാറ്റിയ രോഗികളെ തിരികെ അങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ 9:50 ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. 9ാമത്തെ നിലയിൽ പുതിയ AC പ്ലാന്റിൻ്റെ ഇൻസ്റ്റലേഷൻ ജോലികൾ നടന്നു വരികയായിരുന്നു. അവിടെ വെൽഡിംഗ് ജോലികൾ നടക്കുന്ന സമയത്ത് തീപ്പൊരി തെർമോക്കോളിലേക്ക് വീണാണ് ഇവിധത്തിൽ വലിയ തീപിടുത്തമുണ്ടായത്. തീ പെട്ടെന്ന് തന്നെ ആളിപ്പടരുകയും ചെയ്തു. വലിയ രീതിയിൽ പുക ഉയരുകയും ചെയ്തു. ആശുപത്രിയിലെ തീ അണയ്ക്കുന്നതിനുള്ള സംവിധാനം ഫലപ്രദമായിരുന്നു. അതുപയോഗിച്ച് തന്നെ ആദ്യമേ ആശുപത്രി ജീവനക്കാർ പ്രവർത്തനങ്ങൾ തുടങ്ങി. ബീച്ച്, വെള്ളിമാടുകുന്ന, മീൻചന്ത അടക്കം സ്റ്റേഷനുകളിൽ നിന്ന് 5 ഫയർ യൂണിറ്റുകൾ എത്തിയാണ് പിന്നീട് തീ പൂർണ്ണമായും അണച്ചത്. ആ സമയത്ത് ഞാനുണ്ടായിരുന്നു. ആർക്കും ഒന്നും അപായമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും കഴിച്ചിലായിക്കണം. ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ആ കാര്യത്തിൽ കറക്റ്റ് പക്ക ടൈമിംഗ്. കൂട്ടിരിപ്പുകാരനാണോ? ഞാൻ കൂട്ടിരിപ്പല്ല, ഞാൻ എൻ്റെ പേഷ്യന്റിനായിട്ട് വന്നേന്ന്, ബൈസ്റ്റാൻഡറായിട്ട് വന്നേന്ന്. അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷയായിട്ട് കത്തിയത്. അങ്ങനെ ആ നേരത്ത് പെട്ടെന്ന് മേലെ കയറിയപ്പോൾ അവിടെ കറക്റ്റ് ടൈമിൽ വെള്ളം കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ട് തീ അതിരൂക്ഷമായിട്ട് പടർന്നില്ല. AC ചില്ലർ പ്ലാന്റ് വെൽഡിംഗ് വർക്ക് നടന്നിരുന്നു. അതിൽ നിന്നുള്ള തീപ്പൊരികൾ തൊട്ടടുത്തുണ്ടായിരുന്ന തെർമോക്കോളിലും മറ്റും പടർന്നതാണ്. അപ്പോൾ അതാണ് അതിശക്തമായ പുക വന്ന. 8ാമത്തെ നിലയിൽ രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്ന റൂമുകളാണ്. ഇവിടെ നിന്ന് 28 രോഗികളെയാണ് മാറ്റിയത്. 8th ഫ്ലോറിലാണ് പേഷ്യൻസ് ഉള്ളത്. അവിടുത്തെ രോഗികളെ അവിടെ മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ടു ബി സേഫ് സൈഡ് നമ്മൾ പേഷ്യൻസിനൊപ്പം മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കാഷ്വാലിറ്റി, എമർജൻസി, ഡേ കെയർ, മറ്റുള്ള ICU മറ്റുള്ള സ്ഥലങ്ങൾ മാറ്റിയിട്ടുണ്ട്. രോഗികളെ തിരിച്ചതാത് വാർഡിലേക്ക് കൊണ്ടുവരുവാണ്. വലിയൊരു ആശങ്കയുടെ നിമിഷങ്ങൾ അതാണ് പൂർണ്ണമായും തന്നെ ഒഴിഞ്ഞു പോയിട്ടുള്ളത്. ഏതായാലും ഈ തീയൊക്കെ പൂർണ്ണമായി അണച്ചതിന് ശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആർക്കും തന്നെ പരിക്കോ അങ്ങനെ മറ്റു കാര്യമായ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.